രണ്ടാമത് എന്ന് പറഞ്ഞാൽ തന്നെ സമാധി. അതുകൊണ്ട് തന്നെ ഈ ദശമസ്കന്ധത്തിലെ കഥകളെല്ലാം സമാധി ലീലകളാണ്. നമുക്കും ഈ ലീലകൾ വേണ്ട മാതിരി അറിയണമെങ്കിൽ എന്ത് വേണം? ഈ സമാധി ഭാവത്തിലേക്ക് നമ്മൾ എത്തണം എന്നാണ് ഭാഗവതം പറയാം. അതൊന്നും എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. സത്യസൗന്ദര്യങ്ങളുടെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ, ഭാരതീയ ചിന്തയുടെ, ജീവിതത്തിൻ്റെ ഇത്രയധികം ആ ആഴത്തിൽ സ്പർശിച്ചതായിരിക്കുന്ന മറ്റൊരു അവതാരം ഈ ലോകത്തിൽ കാണത്തില്ല. ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ജീവിതത്തിനെ പരിവർത്തനം ചെയ്യാൻ കഴിവുള്ള ഗീത അത് പാടിയതും ഭഗവാൻ തന്നെയാണ്. അത് മാത്രമല്ല, എന്തിനും ആ ശ്രീകൃഷ്ണാവതാരം ഇല്ലെങ്കിൽ ഈ ഭാരത സംസ്കാരം തന്നെ ശൂന്യമായിട്ട് മാറുന്നതാണ്. മതമാണെങ്കിലും തത്വശാസ്ത്രമാണെങ്കിലും ശില്പകലയാണെങ്കിലും നൃത്തമാണെങ്കിലും സാഹിത്യമാണെങ്കിലും സംഗീതമാണെങ്കിലും സംസ്കാരമാണെങ്കിലും ഇതെല്ലാം കൃഷ്ണനുമായിട്ട് ഇടവഴി കിടക്കുന്നു, അത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. കുട്ടികൾക്ക് ബാലികാബാലകന്മാർക്കാണെങ്കിലും രാജാക്കന്മാർക്കാണെങ്കിലും ദൂതന്മാർക്കാണെങ്കിലും ബുദ്ധിജീവികൾക്കാണെങ്കിലും ഇത് വേണ്ട കലാകാരന്മാർക്കാണെങ്കിലും നല്ലൊരു നേതാവാണ്, നല്ലൊരു ഗുരുവാണ് ഭഗവാൻ. അതുമാത്രമല്ല നല്ല പൗരാണാണ്, അതുപോലെ തന്നെ നല്ല മനുഷ്യവൈദ്യനുമാണ് ഭഗവാൻ. ഇനി നല്ലൊരു ബാല്യകാലം ഭഗവാന്റെ കാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്കറിയാം. ഇതുപോലെ സുന്ദരമായിട്ടുള്ള ബാലകാലം അത് മാത്രമല്ല ആ സ്നേഹം മാധുര്യകാലം, ബാലകാലം മാത്രമല്ല മാധുര്യകാലവുമാണ്, സ്നേഹവുമാണ് ഭഗവാൻ. നല്ല ബുദ്ധിശക്തി, നല്ല ധൈര്യം, നല്ല ദയ, നല്ല ദാനം, നല്ല സഹാനുഭൂതി, നല്ല മനുഷ്യത്വം, നല്ല മന്ദഹാസം, ഇങ്ങനെ ഒറ്റ ബന്ധു, ഒരേ സമയം ദിവ്യനായിട്ടും അതേസമയം തന്നെ മനുഷ്യനായിട്ടും കാണിച്ചു തരുന്ന ദിവ്യങ്ങളായിരിക്കുന്ന ലീലകൾ. ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ദശമസ്കന്ധത്തിലേക്ക് വരുമ്പോൾ നിരോധം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാം, ഭഗവാനായി തീരുക. ഇത്രയും ദിവസം നമ്മൾ കേട്ട കഥകളിലൊക്കെ എന്തുണ്ടാവും? ഭഗവാൻ ഒന്ന് വേറെ, നമ്മളൊന്ന് വേറെ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ദശമത്തിലേക്ക് വരുമ്പോഴേക്കും ആ ഭാവം മാറിയിട്ട് ഭഗവാനും ഞാനും ഒന്നായി തീരുന്ന ഒരു കാഴ്ച നമ്മളറിയാതെ കൊണ്ട് അമ്പാടിയിലും വൃന്ദാവനത്തിലും മധുരയിലും ദ്വാരകയിലും ഒക്കെ അങ്ങനെ സഞ്ചരിക്കും. നമ്മുടെ ശരീരമല്ല സഞ്ചരിക്കുന്നത്, മനസ്സാണ്. ആ മനസ്സിൻ്റെ ലയം ഭഗവാനായി ലയിച്ചു ചെയ്യുക, മറ്റൊന്ന് ചിന്തിക്കാതെ ഉണ്ടായിരിക്കുക. എവിടേക്കോ പോകുന്ന ആ ഇന്ദ്രിയങ്ങളെ നിതരാം നിരോധ, എവിടേക്കോ പോകുന്ന ആ ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയ വിഷയങ്ങളെ നിരോധിച്ചുകൊണ്ട് നിർമ്മമനാക്കി മാറ്റുക, നമ്മളെ നിരഹങ്കാരനാക്കി മാറ്റുക. അതാണ് ഭാഗവതത്തിൻ്റെ ഗുണം, അതാണ് ദശമസ്കന്ധത്തിൻ്റെ ഗുണം. അത് അനുഭവിക്കാനായിരിക്കും ഭൂമിദേവിയും പരീക്ഷിച്ചും. അത് മാത്രമല്ല എത്രയോ ആളുകൾ മോഹിച്ചിട്ടുണ്ട്. ഏതെല്ലാം കാലത്തിലാണ് ജനങ്ങളെല്ലാം മോഹിച്ചിട്ടുള്ളത്. ഓരോ അവതാരം ഭഗവാൻ എടുക്കുമ്പോഴും അപ്പോഴൊക്കെ മോഹിച്ചിട്ടുണ്ട്. ആ അവതാരങ്ങളുടെ അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റില്ല. നരസിംഹത്തിൻ്റെ അടുത്തോ ആ മത്സ്യമൂർത്തിയുടെ അടുത്തോ കുർമ്മത്തിൻ്റെ അടുത്തോ വരാഹത്തിൻ്റെ അടുത്തോ വാമനൻ്റെ അടുത്ത് പോലും ആർക്കും ചെല്ലാൻ പറ്റില്ല. ഇനി പരശുരാമൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? അത്രയും കൂടി പേടിയാണ്. നേരത്തെ ഈ ശ്രീരാമനെ ഇഷ്ടമല്ലേ, നമുക്ക് ഇഷ്ടമൊക്കെയാണെങ്കിലും ഇതേപോലെ കൃഷ്ണനെ പോലെ സ്നേഹിക്കാൻ പറ്റില്ല ശ്രീരാമനെയും. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ അവതാരങ്ങളെയും മാറ്റി 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 വെക്കുമ്പോഴാണ് ഇവിടെ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത. അത്ഭുതം ബാലകം, അത്ഭുത ബാലനായിട്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അങ്ങനെ അവതരിച്ചുകൊണ്ട് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവതരിച്ചത്. ശരിക്കും മനസ്സിനും ആനന്ദപ്രദം, സംസാരമാകുന്ന രോഗത്തിന് ഏറ്റവും നല്ല ഔഷധം അതേതാണെന്ന് ചോദിച്ചാൽ പാപികൾക്ക് ആ പാപങ്ങൾ ഒഴിഞ്ഞു പോയി ആനന്ദം അനുഭവിക്കാനുള്ള മാർഗം, ദുഃഖിക്കുന്നവർക്ക് ദുഃഖം ഒഴിഞ്ഞു പോകാൻ ഏറ്റവും നല്ലത് എന്താ? കൃഷ്ണകഥകളാണ്. അതുകൊണ്ടാണ് ധർമ്മം പെരുകി വന്നപ്പോൾ ഈ ഭൂമി ദേവി പോലും ബ്രഹ്മദേവനെ കൂടി മഹാദേവനെ കൂടി ദേവന്മാരെ കൂടി ആ ഭഗവാനെ വിളിച്ചത്. ഭഗവാൻ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അവതരിക്കുന്നുണ്ട് വസുദേവരുടെ ഗൃഹത്തിൽ, ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കണു, സകല
സകല ജീവരാശികൾക്കും മനഃശാന്തിയെ കൊടുക്കാൻ, എല്ലാവരെയും തന്നോളം ഉയർത്താൻ, ഏതെല്ലാം യുഗങ്ങളിൽ ഏതെല്ലാം അവതാരങ്ങളിലാണോ ഭഗവാനെ മോഹിച്ചത് അവർക്കെല്ലാം അനുഗ്രഹം കൊടുക്കുമാറ്, അവർക്കെല്ലാം കയ്യിൽ കൊണ്ട് നടക്കാൻ പാകത്തിന് തോളത്ത് വെക്കണോ, കഴുത്തിൽ വെക്കണോ, പൊക്കത്ത് വെക്കണോ, മടിയിലിരിക്കണോ, എന്തിനു വേണമെങ്കിലും സാധിക്കുമാറ് നരസിംഹമൂർത്തിയെ പറ്റുമോ എഴുത്താത്തമ്മ എടുത്ത് മടിയിൽ വെക്കാനോ ഓമനിക്കാനോ പറ്റുമോ നമ്മളെ കൊണ്ട് സാധിക്കില്ല. തിരുവാരത്തപ്പണ എടുത്ത് എന്നാൽ ഉമ്മ വയ്ക്കാന്ന് വെച്ചാൽ സാധിക്കുമോ? അത് സാധിക്കില്ല. ഒരാളെ സാധിക്കില്ല. എന്നാൽ പിന്നെ തോന്നിയാവൊരു ഭഗവതിയിൽ പോയിട്ടാണോ ഇന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നടത്താം, അമ്മയല്ലേ, സാധിക്കില്ല നമുക്ക്. അതിനോടൊക്കെ നമുക്കൊരകർച്ച. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കൃഷ്ണനെ കിഴക്ക് നിർത്താൻ, ഉമ്മ വയ്ക്കാൻ, താരാട്ട് പാടാൻ, തോളത്തും മൊക്കത്തും കൊണ്ടുവയ്ക്കാൻ, ഇപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു സ്വരൂപം വേണ്ടിയില്ല. അതുകൊണ്ട് എല്ലാവരും മോഹിച്ചു. അതോടുകൂടി ഭഗവാൻ അവതരിച്ചു. അവതരിക്കുക മാത്രമല്ല, ആ അച്ഛനും അമ്മയ്ക്കും എത്ര ദുഃഖങ്ങൾ കൊടുത്തു. കംസൻ എന്ന ആ രജോഗുണി അദ്ദേഹം എന്ത് ചെയ്തു? ആ രജോഗുണത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന, അഹങ്കാരത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന കംസൻ ആ കുട്ടികളെ തൻ്റെ സ്വാർത്ഥത കൊണ്ട് അടിച്ചടിച്ചടിച്ച് കൊല്ലുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ആരോടുമില്ല പരാതി പറയാനുള്ളതും ഭഗവാനോട് മാത്രം. പരിഹാരം ഉണ്ടാക്കാനും ഭഗവാനുള്ളൂ. അല്ലാണ്ട് ഈ ലോകത്തിൽ പരാതി കേൾക്കാനും ആരുമില്ല. അതിന് പരിഹാരം ഉണ്ടാക്കാനും ആർക്കും സാധിക്കില്ല. എല്ലാം സാധിക്കുന്നത് ഭഗവാൻ മാത്രം. ആ അച്ഛൻ്റെ അമ്മയുടെയും ദുഃഖം തീർക്കാനായിക്കൊണ്ട് ഭഗവാൻ ആദ്യം തന്നെ അനന്തനെ പറഞ്ഞയച്ചു അമ്മയുടെ ഉദരത്തിലേക്ക്. വേഗം പൊക്കോളൂ അനന്തേട്ട, അമ്മയുടെ ഉദരത്തിൽ പറഞ്ഞോളൂ. എന്തിനാ? അനന്തനാണ്, സംഘർഷണനാണ്, ബലനാണ്. നല്ല ബലം ഉണ്ടാക്കി കൊടുക്കാൻ മനസ്സ് തളരട്ടാട്ടോ, ഞാൻ വരുന്നുണ്ട് പിന്നാലെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടുകൂടി എന്തുണ്ടായി? ആ ബലരാമസ്വാമി അവതരിച്ചു. പിന്നാലെ വന്നു അഷ്ടമി വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് സർവഗുണോപേതകാലപരമശോഭന വാചനജന്മക്ഷം സന്തക്ഷഗ്രഹകാരണം. കാലം മുഴുവനും ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി ആ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കണം. ഗ്രഹ നക്ഷത്രങ്ങളും എല്ലാം ഭഗവാന്റെ അവതാരം കാണാൻ വേണ്ടി നോക്കി നിൽക്കുകയായിരിക്കും. മഹീമംഗളഭൂയിഷ്ട, ഏറ്റവും സന്തോഷിച്ചത് ഭൂമിയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ഫലഭൂയിഷ്ടമായിട്ട് മാറുക ആ ഭൂമി. നദ്യപ്രസന്ന സലില, നദികൾ കളകളാരം കൊടുത്ത് ഒഴുകാൻ തുടങ്ങി. പണ്ടുകളൊക്കെ ഐശ്വര്യം ഓടി നടക്കാൻ തുടങ്ങി. ആമ്പൽപ്പൂക്കളും താമരപ്പൂക്കളും ഒക്കെ കാലഭേദങ്ങളും ഉടന്ന് നിൽക്കാൻ തുടങ്ങി. ബ്രാഹ്മണരുടെ ഹോമകുണ്ടങ്ങളെ ജ്വലിക്കാൻ തുടങ്ങി. കൃഷ്ണന്മാരുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയം തുടങ്ങി. മാനുകളും മയിലുകളും ഇത് വേണ്ട സകല ധാന്യ ജീവരാശികളും മുഴുവനും ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി. നല്ല സച്ചിദാനന്ദ കാറ്റ് അവിടെ മുഴുവനും പുണ്യഗന്ധവഹി. ആ ആനന്ദ കാറ്റ് സച്ചിദാനന്ദ സുഗന്ധം തട്ടിക്കൊണ്ട് ആ കാറ്റ് കൊണ്ട് വീശാൻ തുടങ്ങി. മഴയും ഇടിവെട്ടും പതുക്കെ പെയ്യാൻ തുടങ്ങി. ആകാശം മുഴുവനും കത്തിരുന്നു ഭഗവാന്റെ രൂപത്തിന് വേണ്ടി. ആ രൂപം നേരത്തെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണെന്ന് തോന്നും എല്ലാവരും. അങ്ങനെ മഹാദേവന്റെ സിദ്ധിയായിരിക്കുന്ന അഷ്ടമിയും ബ്രഹ്മാവിൻ്റെ നാളായിരിക്കുന്ന രോഹിണിയും അതിന് ബ്രഹ്മദേവൻ ദേവതയായിരിക്കുന്ന രോഹിണിയും എല്ലാം ഭാഗത്തിൽ വന്നു. ആ സമയത്ത് ശീതേ രായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാം ദിശീർവ പുഷ്കല. കിഴക്കെങ്ങനെയാണോ കാർമേഘങ്ങൾ ഇടയിൽ കൂടി പൂർണ്ണചന്ദ്രൻ വരുന്നത്, അതുപോലെ പൂർണ്ണസ്വരൂപനായിട്ട് ഭഗവാൻ അവതരിച്ചു. അതോടുകൂടി വസുദേവൻ ദേവിയും കാരാഗ്രഹത്തിലാണെങ്കിലും തമ്മ ഉത്ഭവതെ എല്ലാം കൂടി ഇഷ്ടത്താണ് നീലക്കല്ലിൻ്റെ പ്രകാശം. അതോടുകൂടി ആനന്ദം അനുഭവിച്ച രണ്ടുപേരും ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ ഭ്രാതൃദർശിച്ചു. ഒരു കൊച്ചുകുട്ടിയായിട്ട് മാറി, ആ അച്ഛനായിട്ട് മാറി. എപ്പോഴേക്കും ഇത്രയും നേരം കണ്ട രൂപം കൊച്ചു മുന്നിയായിട്ട് മാറിയപ്പോഴേക്കും അവർ ഭഗവാന്റെ മായയിൽ പെട്ടു. ആ വസുദേവനും ദേവിയെയും മായയിൽ പെട്ടാൽ പിന്നെ പറയാനുണ്ടോ? പിന്നെ എന്തായി? പിന്നെ താൻ അച്ഛനും അമ്മയായി. ഇത്രയും നേരം ഭക്തന്മാരായിരുന്നെങ്കിൽ പെട്ടെന്ന് അവർ അച്ഛനും അമ്മയായിട്ട് മാറി. കുട്ടിയെ വാരിയിട്ടു ലാളിക്കാൻ കൊണ്ടിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ കൊണ്ടുപോകണം. ആ കുട്ടികളെ കൊന്നു ഒരെണ്ണം ഇല്ലാതെയുണ്ടായി.
ഈ കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ള എന്തെന്നില്ലാത്ത മോഹം ഉണ്ടാകുമെന്ന് തോന്നും. അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാലാഗ്രഹം കടന്നങ്ങനെ പോകുമ്പോൾ നല്ല ഇരുവട്ടും മിന്നലും കൊള്ളപ്പോൾ അനന്തൻ തന്നെ കൊടയായിട്ട് നിന്നു. അങ്ങനെ പുരിയിട്ടാണെങ്കിലും അനന്തന്റെ ശിരസിലെ രത്നത്തിന്റെ പ്രകാശം കൊണ്ട് വഴി കണ്ടുകൊണ്ട് ഗംഭീര തോയവും കജവും നദി അതിഗംഭീരമായിട്ടുള്ള തിരമാലകളോടുകൂടി ഒഴുകുന്ന കാളിന്തി നദി പോലും ക്ഷയപ്പതേനാണ്. ആ രാമന്റെ അമ്പ് ചെന്നപ്പോൾ എങ്ങനെയാണോ സമുദ്രം വെളിമാണ് കൊടുത്തത്, അതുപോലെ വെളിമാണ് കൊടുത്തു. അമ്പാടിയിൽ തെറ്റിയ സമയത്ത് യോഗനിദ്രാഭഗവതിയായിരിക്കുന്ന വെളുക്കാത്തമ്മ അമ്പാടിയിലെ സകല ജീരാശികളെ ഒറ്റിക്കെട്ടി ഏട്ടൻ വരണ്ട് എല്ലാവരും ഇപ്പോഴും ആരും അറിയണ്ട എൻ്റെ ഏട്ടൻ്റെ വരവ് എന്നുള്ള മട്ടില് പത്മനാഭ സഹോദരി ആ കണ്ണനെ നെഞ്ചോട് ചേർത്ത് അവിടെ എൻ്റെ ചെല്ലുമ്പോൾ യശോദാന്ന് പ്രസവിച്ചിട്ടുള്ളൂ, ബോധം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ ഒരു വെളുത്ത പെൺകുഞ്ഞ് വെളുത്താട്ടമ്മ ഇങ്ങനെ കുഞ്ഞിക്കാല് ഇറക്കി കൊണ്ടങ്ങനെ കുഞ്ഞു കുട്ടിയായിട്ട് കിടക്കണു. ഇതൊരു സുന്ദരിയ. ആ ഉണ്ണികൃഷ്ണനെ വീണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ യശോദ കൽപ്പത്തിലങ്ങനെ കിടത്തിയപ്പോഴേക്കും വെളുത്ത പെൺകുഞ്ഞു വേഗം കുഞ്ഞു കയ്യിൽ കുട്ടി എന്നെ കൊണ്ടുപോകുമ്പോൾ വെച്ചാൽ ഞാനിവിടെ കിടക്കണില്ല, ഏട്ടനും ഞാനും കൂടി ഇവിടെ വേണ്ട എന്നുള്ള മട്ടില് ആ വസുദേവരുടെ അവിടത്തിലേക്ക് പഠിച്ചു കയറി. പത്മനാഭ സഹോദരി ഏട്ടനെ എഴുന്നള്ളിച്ചതുപോലെ തന്നെ ആ സഹോദരിയും തിരിച്ചുവിടെ വന്നു. ആ കാലാഗ്രഹത്തിൽ വന്ന് ദേവകിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും ദേവകി അനുഭവിച്ചൊരു പരമാനന്ദം. കുഞ്ഞുണിക്കണ്ണനെയും അമ്മയെയും ഒരേപോലെ കാണാനൊരു ഭാഗ്യം, അതിനെ കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കാനൊരു ഭാഗ്യം, വസുദേവർക്ക് സൈന്യം കൊടുക്കാനൊരു ഭാഗ്യം ദേവിക്ക് അല്പനേരെ അത് സാധിച്ചോളും. ദുരന്തപുരദ്വാര സർവാപവതാതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാ സമുദ്ധിത. ആ പെൺകുഞ്ഞ് ഒന്ന് കുഞ്ഞിക്കാലിറക്കിയെടുത്താൽ ഹ്രീം എന്ന ശബ്ദം, അതാണ് അമ്മയുടെ എന്ന ഹ്രീം. ആ ഹ്രീങ്കാരം മുഴക്കി, ഹ്രീങ്കാര രൂപയായിരിക്കുന്ന അമ്മ ഹ്രീങ്കാരം മുഴക്കിയപ്പോഴേക്കും ആ കാവൽക്കാരുടെ നെറ്റി വന്നത് ആ കംസനോട് പറയാൻ ഓടിക്കെത്തിക്കും. കംസൻ ഓടി വന്നു. എത്ര കാലങ്ങളായി കംസൻ ഒപ്പവും ഊണൊന്നും ഇല്ലാതൊക്കെ ഉണ്ടായിട്ട് ആ കംസന്റെ ആ പാതിരാത്രിയിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് വന്ന് കാരാഗ്രഹം ചവിട്ടിത്തൊന്ന് നോക്കുമ്പോൾ ദേവകിയുടെ മാതൃത്തിൽ കിടക്കുന്ന പെൺകുഞ്ഞിനെ കണ്ടു. അതിന്റെ കുഞ്ഞിക്കാലിൽ അങ്ങ് പിടിക്കുമ്പോഴേക്കും ധാതുമായി വിധസിമന്തായ അഞ്ചേമാംഭജ ഈ കുട്ടിയെങ്കിലും എനിക്ക് തിരിച്ചു തന്നെ എന്ന് പറഞ്ഞു നോക്കി. പക്ഷേ പുറങ്കാലുകൊണ്ട് ദേവകിയെ തട്ടി മാറ്റിക്കൊണ്ട് അപ്പോതേശിലാകൃഷ്ണേ സ്വാർത്ഥോന്മൂലിക സൗഹൃദ ഈ ജഗദമ്പിയുടെ ഒന്ന് തൃപ്പാദങ്ങൾ പിടിക്കാനൊരു ഭാഗ്യം കംസനുണ്ടായി. അടിക്കാൻ ഒന്നിയപ്പോഴേക്കും അദൃശ്യതാനുജാ വിഷ്ണു സായുധാഷ്ടമഹാഭുജ. എത്ര പെട്ടെന്നാണ് ആകാശവീതിയിലേക്ക് അത് പോയെന്ന് മാത്രമല്ല കംസന പെണ്ണിനെ കല്ലിൽ തല്ലുമ്പോള സംസാരി സോദരി വിണ്ണീരേറി ദിവ്യസ്വർണ്ണഭരണഭൂഷിക ധനുശൂലേഷു ചങ്കാസി ശംഖചക്രജനാധര. 8 കൈകളോട് കൂടിയിട്ട് വിവിധങ്ങളായിരിക്കുന്ന ആയുധങ്ങളും നല്ല വസ്ത്രങ്ങളും പൊന്നിൻ കിരീടവും തിലകവും ഒക്കെ ചാർത്തിക്കൊണ്ട് സിദ്ധചാരണ ഗന്ധർവന്മാരും യക്ഷന്മാരും വേതാളന്മാരും കൊണ്ട് എല്ലാവരും നിന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മണിദ്വീപ നിവാസിനിയായിരിക്കുന്ന വെളുത്താട്ടമ്മയെ ആകാശവീതിയാണെന്ന് കണ്ടു ആ കംസൻ. അമ്മയുടെ വാക്കും കേട്ടു പിമ്മയ അഹതയാഖണ്ഡ ജാതക്കരു സമാന്തകൃത് എത്രക്കു വാക്കുവശത്വം ആശംസി കൃപണാനുഭ അരേ ദുരാചാര നൃശംസകംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു തവാന്തകൻ ഭൂമിതലേ ജനിച്ചു ജവേണ സർവത്ര വിളഞ്ഞുകൊള്ളുക. ബുദ്ധിമുഴക്കം പോലെ അമ്മയുടെ ശബ്ദം അങ്ങനെ കേൾക്കുക മാത്രമല്ല അമ്മത ആകാശവീതിയിലേക്ക് മറിയുകയും ചെയ്തു. കംസൻ ആകർഷമായി. ഇതെന്തായിട്ട് ഇങ്ങനെ 7 കുട്ടികൾ ഇല്ലാതെ ഉണ്ടായി. 8ാമത്തെ കുട്ടിയാണ് ഇപ്പോൾ ഈ പെൺകുഞ്ഞ്. ആ കുട്ടി പറയുന്നു ദേവിയായിട്ട് പറഞ്ഞു 8ാമൻ ജനിച്ചു കഴിഞ്ഞിരിക്കണു. അത് പറയും മാത്രമല്ല വേഗം എന്തായി ആ ദേവിയും അറിയും കൂടെ ചെയ്തപ്പോൾ കംസന്റെ ഉള്ളിൽ ഭയം കുറച്ചുകൂടി വർദ്ധിച്ചു. ആ ദേവകി വസുദേവന്മാരെ ചെങ്ങളക്കെട്ടിൽ നിന്ന് കഴിച്ചു മാറ്റി അവർക്ക് വേണ്ട സാരോപദേശങ്ങളൊക്കെ കൊടുത്തു. നമുക്ക് വരാനുള്ളതൊക്കെ വഴി തന്നില്ലല്ലോ. അതുകൊണ്ടാണ് ആ
6 മക്കൾ പോയത് 7 മക്കൾ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശ്വരഗതിയാണെന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ചെയ്യുന്നതൊക്കെ കാണാം. എന്നിട്ട് അതൊക്കെ ഈശ്വരനെ പഠിപ്പിച്ചു വെച്ചു അദ്ദേഹം സമാധാനിപ്പിച്ചിട്ട് കാര്യം. എപ്പോഴേ കംസന്റെ കടലിക്ക് വന്ന് വീണ് കഴിഞ്ഞിരിക്കുന്നു. ആ മക്കളെ കൊന്നതിന്റെ ശാപം അതിന് ഒരിക്കലും മാറില്ല എന്നർത്ഥം. അദ്ദേഹത്തിന് മന്ത്രിമാരെല്ലാം തിരിച്ചു. ഇങ്ങനെ നയപ്പെട്ടില്ല, ഇങ്ങനെ നല്ല വാക്കൊക്കെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവില്ല. കാരണം എവിടെ നാമം ജപിക്കുന്നുണ്ടോ, എവിടെ ഭാഗവതം വായിക്കുന്നുണ്ടോ, എവിടെ പൂജാദികൾ നടക്കുന്നുണ്ടോ, എവിടെ സൽക്കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ, എവിടെ പശുക്കളും അതേപോലെ ആൽവൃക്ഷങ്ങളും തുളസിച്ചെടികളും ഒക്കെ ഉണ്ടോ, എവിടെ തപസ്സുണ്ടോ, എവിടെ ദാനമുണ്ടോ, എവിടെ സൽക്കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ, ഇപ്പൊ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നശിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ആ കംസൻ കടമ്പകറ്റാനോല ഗുണാവർത്ത മഹാശനൈഹി മുഷ്ടികാലിധേനുകൈ കൃഷ്ണന്മാരായിരിക്കുന്ന ആളുകളെ നാനാവഴിക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അവരവരുടേതായ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദുഷ്ടപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ മർക്കത്തോമരുടെ ഗൃഹത്തില് നന്ദസ്തു ആത്മജോൽപ്പന്നേ ജാതാഹോ മഹാമന ആഹൂയ വിഭ്രാൻ വേദജ്ഞാൻ സ്നാതശിഖിരലംകൃതഃ. പ്രഭാതത്തിൽ തന്നെ അറിഞ്ഞു ഗോകുലം മുഴുവനും യശോദാമ്മയ്ക്ക് ഉണ്ണിയുണ്ടായി. കാലം ആയി കാത്തിരിക്കുന്നു, ഭഗവത് പ്രാർത്ഥനയായിട്ടിരിക്കുന്നു യശോദാമ്മ. ആയിഷ്യായി ഇപ്പൊ തന്നെ നല്ല തടിയുണ്ട് യശോദാമ്മയ്ക്ക്. ആ യശോദാമ്മയ്ക്ക് ഒരു ഉണ്ണിയുണ്ടായി എന്ന് അറിഞ്ഞപ്പോ എന്തെന്നില്ലാതെ കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് വേദങ്ങൾ വെച്ച ബ്രാഹ്മണർ വന്നു. സ്വസ്തിവാചകങ്ങളൊക്കെ ചെയ്തു, ജാതകാദികളൊക്കെ എഴുതി കണ്ണന് വേണ്ടി. അതെല്ലാം എഴുതി അവർക്ക് ധാരാളം പശുക്കളും അതേപോലെ എള്ള് അരിമുള്ളായിട്ടുള്ള കമ്പിളിമുള്ളായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അതെല്ലാം ധാരാളം ദാനം ചെയ്തു. ആ ബ്രാഹ്മണർ പോകുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞിട്ടാണ് വന്നത്. കണ്ടോരുണ്ടോ എൻ കണ്ണനെ മണി കണ്ണനെ കണ്ടുവോ. ഓരോരുത്തരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണർ പോകുമ്പോ ആ ഗോപികമാരെല്ലാം കൃഷ്ണനെ കാണാൻ മോഹിപ്പിക്കുന്ന ഗോപികമാരെല്ലാം കൈകൃത്യ സാധനങ്ങളുമായിട്ട് പ്രഭാതത്തിലേ അങ്ങ് തിരിച്ചു. പാലും പഴവും വെണ്ണയും കൽക്കണ്ടവും പഞ്ചസാരയും ഒന്നും വേണ്ട, ഇന്ന് കൃഷ്ണൻ ഇതൊക്കെ കഴിക്കുക, ഈ ജപ്പുണ്ടായുള്ളൂ, എന്നാലും വേണ്ടില്ല കൃഷ്ണന് കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ള ഭാവത്തില് ഗോപ്യശ്രീകൃഷ്ണമണികുണ്ഠല നിത്യകണ്ഠചിത്രാംബരാ പ്രതിശിഖാ ക്ഷുതമാല്യവർഷ നന്ദാലയം സമരയാമൃതിരുരേജു വ്യാലോലകുണ്ഡലമയോ ധര ഹർഷോഭ. നല്ല പടയങ്ങളൊക്കെ കഴുത്തിലങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. ധാരാളം മാലകള്, കുപ്പിവളകള്, നല്ല വസ്ത്രങ്ങള് ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. പാദസരങ്ങള്, ശിരസിൽ ധാരാളം പൂക്കളൊക്കെ ചൂടി നല്ല സുന്ദരിമാരായിരിക്കുന്ന ഗോപികന്മാർക്ക് ആ കൂട്ടമായിട്ട് വരാൻ തുടങ്ങി. കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാം കഴിവ്. പ്രതിശിഖാസുതമാല്യവർഷ. അവരുടെ ശിരസിൽ കൂടിയിരിക്കുന്ന പൂക്കൾ വീണു പോയിട്ട് റോഡൊക്കെ ഒരു പുഷ്പവൃഷ്ടി ചെയ്തതുപോലെ തോന്നിയെന്നാണ്. ഇവരെ എവിടേക്കാ പോണത്? ഭവൽവപു സ്പർശന കൗതുകേന കലാൽക്കരം ഗോപവധൂജനേന. അവിടത്തെ കാണാനും ഭഗവാനെ കാണാനും പഠിക്കാനും കാണേണം. അങ്കത്തിൽ കുത്തിടേണം, കാണിക്കണം ഗോപികമാക്കരസം. എല്ലാ ഗോപികമാർക്കും ഒരേ ഒരു മോഹമുള്ളൂ, ആ സർവേശ്വരനായിട്ട് കണ്ടല്ല യശോദയുടെ പുത്രനെ. വൈദിക വേണിക്വാണി തേടും ബ്രഹ്മത്തിനെ ഗോപികമാക്കരസം. വേദങ്ങൾ പോലും ഏതൊരു ഭഗവാനാണോ വാഴ്ത്താൻ പറ്റാതെ കൊണ്ട് തിരിച്ചു പോരുന്നത്, ആ വൈദിക വ്യാണി തേടുന്ന ആ ബ്രഹ്മത്തിനെ, ആ സച്ചിദാനന്ദക്കട്ടെ കാണിക്കണം. അങ്കത്തിരുത്തിടേണം. ആ ഉണ്ണിയെ വാരിയെടുക്കാനും ഉമ്മ വയ്ക്കാനും താരാട്ട് പാടാനും ഗോപികമാർക്കെല്ലാം മോഹം. അവരെല്ലാം ആ നീലക്കുല്ലിനെ കയ്യിലേക്ക് അങ്ങനെ വയ്ക്കുമ്പോൾ ഇത്ര അഴകാണെന്ന് കണക്കില്ല. ഓരോ ഗോപികമ്മയുടെ കയ്യിൽ നിന്നും മാറി ഉണ്ണികൃഷ്ണനെ അങ്ങനെ എടുത്തുകൊണ്ട് എല്ലാവരും ആനന്ദം അനുഭവിക്കുന്നു. ചിലർക്ക് തോന്നുന്നു എന്നെ നോക്കണതെന്ന് തോന്നും, ചിലർക്ക് തോന്നുന്നു എന്നെ നോക്കിക്കൊണ്ടാ ചിന്തിക്കണമെന്ന് തോന്നും, ചിലവർ പറഞ്ഞു എന്നെ നോക്കിയിട്ട് ആ കൈ നീട്ടണത് ഉണ്ണി. ഒരേ ഒരു ഭ്രമം.
ഓരോ ഗോപികമാർക്കും ഓരോ തരത്തിൽ അവരെല്ലാം അനുഭവിച്ചു. അവർ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗോപാ പരസ്പരം കൃഷ്ണ നിരീക്ഷേന കൃതാബുദ്ധി ദേവത ഗോപന്മാരെന്ത് ചെയ്യണം? പാലും തൈരും മറ്റൊരാളുടെ തലയിൽ കൊഴിച്ചും അത് വലിച്ചെറിഞ്ഞും അവരും ആനന്ദം അനുഭവിക്കുകയാണ്. ഇങ്ങനെ ആ ഗോകുലം മുഴുവനും ആനന്ദമാനന്ദം ആനന്ദമാനന്ദം ആനന്ദ സുന്ദരമെന്നേ വേണ്ടു. ആ ഗോകുലം മുഴുവനും ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് പൂജനയുടെ വരവായി. പൂജന വരുമ്പോഴേക്കും നമുക്കും അല്പനേരം വിട്ടുവരാം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.